പാലക്കാട് നിന്നും ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ടുള്ളത്. അതായത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ഈ മാസം 22-ന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഏറെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് പാലക്കാട് ശിവാനന്ദ ആശ്രമം. അയോധ്യയിലെ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ പ്രധാന യോഗങ്ങളും കാർ സേവകർക്ക് മാർഗനിർദ്ദേശവും നൽകിയത് ഈ ആശ്രമത്തിൽ വെച്ചായിരുന്നു. സ്വാമി നിത്യാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് നിർണായകമായ യോഗങ്ങൾ നടന്നിരുന്നത്. ആ ഒരു റിപ്പോർട്ടിലേക്ക് പോകാം. 80കളിലും 90കളിലും അയോധ്യയിൽ രാമക്ഷേത്രത്തിനായുള്ള പോരാട്ടം തുടങ്ങിയ കാലം. പാലക്കാട് ജില്ലയിലെ പോരാട്ടങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് അകത്തേത്തറയിലെ ശിവാനന്ദ ആശ്രമത്തിൽ വെച്ചാണ്. പല സുപ്രധാന യോഗങ്ങളും നടന്നത് ഈ ആശ്രമത്തിലെ അകത്തളങ്ങളിലായിരുന്നു. അയോധ്യയിലെ രാമക്ഷേത്രം ഉയരുമ്പോൾ ശിവാനന്ദ ആശ്രമം ചരിത്രത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? പാലക്കാട് ജില്ലയിലെ അയോധ്യ പ്രക്ഷോഭത്തിൻ്റെ സ്ഥിരാകേന്ദ്രം ഈ ആശ്രമമായിരുന്നു. ഇവിടെ അടുത്ത കാലത്ത് സമാധിയായ നിത്യാനന്ദ സരസ്വതി സ്വാമികളാണ് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും പാലക്കാട് ജില്ലയിൽ നിന്നും അതേമാതിരി കോഴിക്കോട് ജില്ലയിൽ നിന്നുമൊക്കെ വന്നു ചേർന്നിട്ടുള്ള കർസേവകർക്ക് ഒരു ഉത്തേജനവും ആവേശവും കൊടുത്തുകൊണ്ട് അവർക്ക് ഭക്ഷണം, താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൊടുത്ത് അവർക്ക് ട്രെയിനിൽ അയോധ്യയിലേക്ക് പോകാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്ന ഒരു കേന്ദ്രമായിരുന്നു ഈ ആശ്രമം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആശ്രമത്തിൽ ഈ അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്ന സമയത്ത് ആശ്രമത്തിലും അതേപോലെ തന്നെ സമാധിസ്ഥനായിട്ടുള്ള നിത്യാനന്ദ സരസ്വതി സ്വാമികൾക്കും ഇക്കാര്യത്തിലുള്ള ആ പങ്ക് എല്ലാവരും ഓർമ്മിക്കുന്നു. ചേട്ടൻ ഉൾപ്പെടെ ആ കാലഘട്ടത്തെ ഇവിടെ നടന്ന ബൈഠക്കിലും ഒക്കെ പങ്കെടുത്തു. ഈ ആശ്രമത്തിൽ സ്വയം ഉള്ളതുണ്ടാക്കിയിട്ട് ആശ്രമ ഭക്തന്മാർ കൊടുത്തയച്ചതും അതുപോലെ തന്നെ അന്ന് അവരെ അയക്കാനും സ്വാമിജി അന്ന് അത് തന്നെ അയച്ചു. സേവകർ പോലും വളരെ ബുദ്ധിമുട്ടിയായിരിക്കും. അപ്പോൾ അതിൽ പൈസയൊന്നും ഉണ്ടാവില്ല. ഇവിടെ നിന്ന് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ചെയ്ത് അവരെ അയക്കുക. ഞങ്ങൾക്ക് ഇന്ന് പോരുന്ന ഏറ്റവും വലിയൊരു സങ്കടം, ഈ അയോധ്യ ക്ഷേത്രം ഇന്നുയർന്ന് പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ഞങ്ങളിൽ ഒരാൾ നഷ്ടപ്പെട്ടു. സ്വാമിജി ഇല്ല. അത് വലിയൊരു വിഷമാണ്. വലിയ സന്തോഷം. ഇന്ന് ഇവിടെ എന്താ നടക്കുക എന്നുള്ളത് അറിയില്ല. ഇവിടെ ഇന്ന് വലിയൊരു പൂരമായിരിക്കും ആ സമയത്ത് 22-ാം തീയതി. അവിടെ ഒരു രാമക്ഷേത്രം വരുമെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാനും കൂടി പറ്റാത്തൊരു സാഹചര്യമാണ് ഇതിനു മുമ്പുണ്ടായിരുന്നത്. ഇപ്പോൾ അത് നമ്മുടെ വയസ്സ് 81ആയി. ഇന്ന് നമുക്കതൊരു ആ ചടങ്ങിലും പിന്നെ ചടങ്ങിൽ വെച്ചാൽ അത്ര ദൂരത്തേക്ക് പോകാൻ വയ്യാത്തതുകൊണ്ട് ഇന്ന് പല TV മാർഗങ്ങളിൽ കൂടിയൊക്കെ അതൊരു കാണാൻ സാധിക്കുന്നതന്നെ അങ്ങേറ്റത്തെ ഒരു വലിയ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാം കരുതുന്നത്. ശിവാനന്ദാശ്രമത്തിലെ ഈ മുറിക്കകത്ത് വെച്ചാണ് കർസേവകർ ആദ്യ യോഗം ചേർന്നത്. അന്ന് ആ യോഗത്തിൽ പങ്കെടുത്ത ശശിയേട്ടൻ ഉൾപ്പെടെ ചേരുകയാണ്. എങ്ങനെ ഓർത്തെടുക്കുന്ന അനുഭവങ്ങൾ? ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അവിടെ പോയിട്ട് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിലല്ല പോയിട്ട് 22 ദിവസം അവിടെ ഉണ്ടായി. 2 ദിവസം പട്ടിണി കിടക്കും, കടകളില്ല, 17,000 രൂപ കയ്യിലുണ്ടായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാനുള്ളതാണ്. മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ആശ്രമത്തിൻ്റെ ഇപ്പോഴത്തെ ചുമതല വഹിക്കുന്ന സ്വരൂപാനന്ദ സ്വാമി അദ്ദേഹം ചേരുകയാണ്. ആശ്രമവും ഭക്തന്മാരും ഒക്കെ വളരെയധികം ആനന്ദത്തിലാണ് ഈ ഒരു സന്ദർഭം. വാസ്തവത്തിൽ 2024 ജനുവരി 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമാണ്. മര്യാദാ പുരുഷോത്തമനായിരിക്കുന്ന ഭഗവാനുമായിട്ട് സംബന്ധിച്ചിട്ട് ഏതാണ്ട് 500 വർഷങ്ങളായിട്ട് അനുഭവിക്കുന്നതായ അപജയങ്ങൾക്ക് ഒരു ദൂരീകരണവും ഉദിച്ചു വരുന്നതായ സൂര്യനെ പോലെ ആ മര്യാദാ പുരുഷോത്തമൻ്റെ ചരിതങ്ങൾ മനസ്സിലേക്ക് ആവാഹിക്കാനുള്ള, അതിനനുസരിച്ചിട്ട് ആ രാമായണ ശീലുകൾ മനസ്സിലാക്കിയിട്ട് കാര്യഗൗരവത്തോടു കൂടിയിട്ട് ജീവിക്കാനുള്ളതായ ഒരു സുമുഹൂർത്തം സമാഗതമാകുന്നു എന്നുള്ള തരത്തിൽ ആനന്ദതുന്തിലമായ ഭാവമാണ് ഭഗതന്മാർക്ക് എല്ലാവർക്കും ഉള്ളത്. ഓരോ ഭാരതീയനുമുള്ളത് അതേ ഭാവനയോടും ഭാവസംശുദ്ധിയോടും കൂടി ഗുരുജനങ്ങളെല്ലാം അനുസ്മരിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെതായ സാധൂകരണം ഈ സന്ദർഭത്തിൽ സമാഗതമാകുന്നുള്ള തരത്തിൽ ഞങ്ങളെല്ലാവരും വളരെയധികം ആനന്ദത്തിലാണ്.
വളരെ നന്ദി സ്വാമി. ഏതായാലും ഇവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഈ ശിവാനന്ദ ആശ്രമം വലിയ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്, ആനന്ദത്തിലാണ്. കാരണം അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ അതിന് കേരളത്തിൽ മാത്രമായിട്ടുള്ള അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുള്ള അനവധി ആളുകളിൽ ഈ ഒരു ആശ്രമത്തിൻ്റെ പങ്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ക്യാമറമാൻ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.